കേരളീയ പൊതുസമൂഹം കാണില്ലേ? ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു പരാതി അയക്കുമ്പോൾ അതിൽ കൃത്യമായ തെളിവും എന്തൊക്കെയാണ് ആ പരാതിയിൽ നിങ്ങളെ കൊണ്ടുപോയി എത്തിച്ച ഘടകങ്ങൾ എന്നുള്ളതും മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് പോലെയല്ല. അതിനേക്കാളും ഉത്തരവാദിത്തമുണ്ട്. ഒരു പരാതി പോലീസ് നൽകുന്ന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിക്ക് ശ്രീ വൈശാൽ കല്ലാട്ട് താങ്കൾ ഇരിക്കുന്ന പദവിയുടെ മഹത്വം, താങ്കൾ പിന്തുടരുന്ന പ്രസ്ഥാനത്തിന്റെ മഹത്വം അത് മനസ്സിലാക്കിക്കൊണ്ട് താങ്കൾ പ്രതീക്ഷിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ പരാതി? ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഈ പരാതി ഉന്നയിച്ചാൽ അതിൽ അന്വേഷണം നടത്തേണ്ട ഒരു സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ പോലീസ് അതിൽ കൃത്യമായ അന്വേഷണം നടത്തട്ടെ. അന്വേഷണം നടത്തിയാലല്ലേ ഈ കാര്യത്തിൽ യഥാർത്ഥ വസ്തുതയുണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതയില്ലേ എന്ന് പറയാൻ സാധിക്കൂ. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഈ പരാതി കൊടുക്കുമ്പോൾ യാതൊരു സംശയവും വേണ്ട, കൃത്യമായ ബോധ്യമുണ്ട് ഈ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതി നടന്നിട്ടുണ്ട്. അവർ ഒരിക്കലും CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയായിട്ടാണ് ബന്ധപ്പെട്ടത്. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 ലക്ഷം രൂപ അവരിൽ നിന്ന് വാങ്ങി ആ പണം തിരിച്ചു കൊടുക്കാൻ സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ CPM അന്വേഷണ കമ്മീഷനെ വെച്ചതായിട്ട് കാണുന്നുണ്ടല്ലോ. ശ്രീ വൈശാൽ കല്ലാട്ട്, മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചവരാണ് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ. അതായത് മുന്നിൽ കണ്ടതേ കാണാൻ കഴിയൂ, ഇന്നലെ കണ്ടതേ ഇന്നും പറയൂ, നാളെയും പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനത്തെ വീണ്ടും ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയെ പോലെ കയ്യിൽ തെളിവുണ്ട്, പുറത്തുവിടില്ല, നിങ്ങളെ കാണിച്ചു തരില്ല, നിങ്ങളെ കാണിച്ചു തരേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അതേ നിലപാടല്ലേ ശ്രീ വൈശാൽ താങ്കളും സ്വീകരിക്കുന്നത്? യാതൊരു തരത്തിലും അതല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പാർട്ടിയുമായും ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയുമായുള്ള ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ സംസാരിച്ച് നിയമപരമായ നടപടികൾ ഏതെല്ലാം തരത്തിൽ സ്വീകരിക്കണം ആ തീരുമാനിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും അതേപോലെ തന്നെ ഭാരവാഹികളും ചേർന്നാണ്. പാർട്ടിക്ക് ഇതൊന്നും അറിയില്ലേ? പാർട്ടി ഈ ഒരു പരാതി അങ്ങ് കൊടുക്കുന്നു. ആ പരാതി കൊടുക്കുന്നതിന് ശേഷമാണോ ഈ കൂടിയാലോചനകൾ നടത്തുന്നത്? നിയമപരമായി നീങ്ങേണ്ട ഒരു കാര്യമാണല്ലോ ഒരു പരാതി എന്ന് പറയുന്നത്. ഇമെയിലായി താങ്കൾ അയച്ച പരാതി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിയമപരമായ രീതിയിലേക്ക് താങ്കളുടെ പാർട്ടി നീങ്ങുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചതിന് ശേഷമാണോ താങ്കൾ താഴേക്ക് ആ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പാർട്ടിയുമായി കൂടിയാലോചന നടത്തുന്നത്? തെളിവുണ്ടോ കയ്യിൽ? അതോ തെളിവ് കയ്യിൽ ഇല്ലാത്തതിനാൽ നാണം കെടുമെന്നുള്ള ഭയമാണ്? കൃത്യമായി ആലോചിച്ച ശേഷമാണ് പരാതി കൊടുത്തത്. അതിൽ യാതൊരു തർക്കവുമില്ല. കൃത്യമായി ആലോചിച്ച് ആ കാര്യങ്ങൾ സംസാരിച്ച ശേഷമാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇനി പോലീസാണ് എടുക്കേണ്ട നടപടികൾ. ആ പോലീസ് ആ നടപടി എടുത്ത് മുന്നോട്ട് പോകട്ടെ. പോലീസ് പരാതി കൊടുത്ത ആളെ വിളിപ്പിക്കുമല്ലോ. ആ സമയത്ത് കൃത്യമായി ഞാനതിന് മറുപടി കൊടുത്തുകൊള്ളാം. അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന അത് കൃത്യമായ കാര്യങ്ങൾ അത് ചെയ്തു കൊള്ളാം. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരാതി അങ്ങ് കൊടുത്തിട്ടു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ശ്രീ വൈശാൽ കല്ലാട്ട്, മാധ്യമ വാർത്തകൾ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരാതി അങ്ങ് കൊടുത്തിട്ടു, സബ്മിഷന് മുൻപ് ഒരു പരാതി അത് കൊടുത്തിട്ടു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെയല്ലെങ്കിൽ പറയൂ. താങ്കളെ എനിക്ക് വിശ്വാസമാണ് ശ്രീ വൈശാൽ. ശ്രീ വൈശാൽ, താങ്കളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശ്രീ വൈശാൽ, താങ്കളെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരാതി? അത് പറഞ്ഞാൽ തീർന്നു പ്രശ്നം. ആ തെളിവുകൾ ഞാൻ പറഞ്ഞല്ലോ സുജയ, ആ തെളിവുകൾ ഞങ്ങളുടെ കൈകളിലുണ്ട്. ആ തെളിവുകൾ പോലീസ് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഹാജരാക്കും. ഈ കാര്യങ്ങൾ എന്താണത്? ഒരു ഫോൺ കോൾ റെക്കോർഡ്സ് ആണോ? നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ അതോ ഈ പണമിടപാടിന്റെ രേഖയാണോ? ആ ഫോൺ കോൾ റെക്കോർഡ്സും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ കൈവശമുണ്ട്. ശ്രീ വൈശാൽ കല്ലാട്ട്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ സാധനം കയ്യിലുണ്ട് എന്ന് പറയുന്നതല്ലാതെ അത് എന്താണെന്ന് പറയുന്നില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, പ്രേക്ഷകർ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് മറുപടി തരാൻ ഉള്ള പ്രയാസമുണ്ട്. ഞാൻ സംഘടനയുമായി ആലോചിച്ചു. സംഘടനയുടെ സംസ്ഥാന പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് അവരെ ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. താങ്കളുടെ കയ്യിൽ തെളിവുണ്ടോ? ഞങ്ങൾ കൃത്യമായ തെളിവുകളുണ്ട്. ഈ ആരോപണം നിങ്ങൾ അന്വേഷിക്കണം. കാരണം പോലീസ് അന്വേഷിക്കട്ടെ. ഈ പരാതിക്ക് ആസ്പദമായ തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ? അതോ ഒരു പരാതി കൊടുത്ത് പോലീസ് കണ്ടെത്തുകയാണെങ്കിൽ കണ്ടെത്തട്ടെ, പരാതിക്കാരൻ എന്നുള്ള ഒരു ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ, വൈശാൽ കല്ലാട്ട് പരാതിക്കാരൻ, അതിനുവേണ്ടിയാണോ? അങ്ങനെ ക്രെഡിറ്റ് വാങ്ങേണ്ട ഒരാവശ്യം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് 10-20 വർഷമായി പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഞാൻ 20 വർഷമായി ഈ പൊതുപ്രവർത്തന രംഗത്ത് കൃത്യമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസത്തെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്കിലെ ലൈക്കുകളോ ഷെയറുകളോ കൊണ്ട് ഇവിടുത്തെ പൊതുപ്രവർത്തനം നടത്തേണ്ട ഒരാളല്ല ഞാൻ എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്.